ദൈവം നാമഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിക്കുന്നതിന് ഇഷ്ടമാണല്ലോ. അത് അമ്മച്ചി വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് ഓരോ സംഭവങ്ങൾ പറഞ്ഞു തരുന്നത്. ഇന്ന് നമ്മൾക്ക് ഈ ലോകത്തിൽ സഭ ആദ്യമായിട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് പഠിക്കാം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് വന്നു. നമ്മൾക്ക് പകരമായിട്ട് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അങ്ങനെ പാപത്തിൻ്റെ ശിക്ഷയായ മരണശിക്ഷ കർത്താവ് ക്രൂശിൽ സഹിച്ചു. അവൻ ദൈവമായതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. അവൻ സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്നേക്കും ഈ ലോകത്തിലേക്ക് വസിക്കേണ്ടതിനായിട്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായതാണ് സഭയുണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ന്റെ 41 42 വാക്യങ്ങൾ പഠിക്കാം. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു. പരിശുദ്ധാത്മാവ് എന്നേക്കും തൻ്റെ മക്കളോടുകൂടെ വസിക്കേണ്ടതിന് ഭൂമിയിലേക്ക് വന്നു. ആദ്യമായി വന്നപ്പോൾ നാം കണ്ടതുപോലെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. അവിടെ അനേകർ ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം തങ്ങളുടെ ഭാഷയിൽ ശിഷ്യന്മാർ സംസാരിക്കുന്നത് കണ്ടു അമ്പരന്നുപോയി. അവർ പറഞ്ഞു, ഇവർ ഗലീലക്കാരല്ലയോ? പിന്നെ നമ്മുടെ ഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്? ചിലർ അവരെ കളിയാക്കി. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടി നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഊഹിക്കുന്ന പോലെ ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല. പ്രവാചക പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയാണ് ഇത്. ആത്മാവ് വരും, അവർ പ്രവചിക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണും. പ്രവാചക പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്നതിന് അനുസരണമായി കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാനായിട്ട് ലോകത്തിലേക്ക് വന്നു. എന്നാൽ നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. കർത്താവ് ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവവും കർത്താവും ക്രിസ്തുമാക്കി വെച്ചു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവരോട് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസിനോടും കൂട്ടരോടും ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാവങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവൻ്റെ വാക്ക് അന്ന് വിശ്വസിച്ചവർ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സ്നാനമേറ്റു. അങ്ങനെ ആദ്യ സഭ രൂപപ്പെട്ടു. സ്നാനപ്പെട്ടവർ ഒന്നിച്ചുകൂടി അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അതുപോലെ തന്നെ അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ ഒന്നിച്ചുകൂടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു പോന്നു. കർത്താവോ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർക്കപ്പെട്ടു. നമുക്ക് ആ മനപ്പാഠവാക്യം ഒന്നും കൂടെ പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ന്റെ 41 42 വാക്യം. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അനേക ഗുണപാഠങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് പത്രോസ് കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം വ്യക്തമായും ശക്തമായും പറഞ്ഞു. നാം വ്യക്തമായി സുവിശേഷം പറയുവാൻ തയ്യാറായിരിക്കണം. രണ്ടാമത് 3000 പേർ രക്ഷിക്കപ്പെട്ടു. അവർ എല്ലാവരും സ്നാനപ്പെട്ടു. സ്നാനം ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അത് നാം അനുസരിക്കണം. മൂന്നാമതായി സ്നാനപ്പെട്ടവർ കൂട്ടായ്മ ആചരിക്കണം. മാത്രമല്ല ദൈവത്തെ ആരാധിക്കുകയും ദൈവിക കൽപ്പനയായ തിരുവത്താഴം ആചരിക്കുകയും വേണം. നാലാമതായി ദിനം പ്രതി നാം ദൈവവചനം പഠിക്കണം. അഞ്ചാമതായി നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അങ്ങനെ നാം അങ്ങനെയാണ് ആദ്യ സഭയിൽ നമ്മൾ ആ വാക്യം പഠിച്ചതുപോലെ ആദ്യ സഭയിലുള്ളവർ ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ട് നാമും അത് തന്നെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ തന്നെ അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് നിൻ്റെ സന്നിധി വരുവാൻ സഹായിച്ചുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഈ ലോകത്തിലേക്ക് വേണ്ടി വന്നു, ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങൾക്ക് അങ്ങയുടെ ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിച്ചു. അതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവം എന്നേക്കും ഞങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് വന്നു. ആ ദൈവത്തിൻ്റെ മക്കളാകുവാൻ ഞങ്ങൾക്ക് വന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവെ, ദൈവിക കൽപ്പന പ്രമാണിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട്, കർത്താവിനോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷൻ കാണുമ്പോൾ അതിൽ കൈ അമർത്തിയാൽ ആൻറ്റി ഇടുന്ന സമയം നിങ്ങൾക്കും കിട്ടും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.